ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സർ, അങ്ങും ബഹുമാനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് യോജിക്കുന്നു. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 ജനനം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് 1962 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയുണ്ടായി. പഞ്ചാബ് സർവകലാശാലയിൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1971 കേന്ദ്ര വാണിജ്യ കമ്മീഷൻ്റെ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി. തുടർന്ന് ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1991-96 വർഷത്തിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി. ഈ കാലഘട്ടത്തിലാണ് സമഗ്ര സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലപാടുകളിൽ വിയോജിപ്പുള്ളവർക്ക് പോലും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആ സമന്വയത്തിൻ്റെ പാതയിൽ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 1991 മുതൽ ഇന്ത്യൻ രാജ്യസഭാ അംഗമായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 1998-ലും 2004-ലും ഇടയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കാനും സാധിച്ചു. 2004 മെയ് 22 അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. 2009 രണ്ടാമതും പ്രധാനമന്ത്രിയാകാനുള്ള അവസരം അദ്ദേഹത്തെ തേടിയെത്തി. 2004 മുതലുള്ള 10 വർഷങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ വലിയ വളർച്ചയുണ്ടാക്കി. 7.7% വളർച്ചയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. പൗരന്മാർക്ക് ഭക്ഷണത്തിനുള്ള നിയമപരമായ അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, വിവരാവകാശം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ ബില്ലുകൾ ഇക്കാലയളവിൽ പാസാക്കി. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളുടെ അടിത്തറയും സമർപ്പണ ബോധവും പൊതുപ്രവർത്തകർക്ക് മാതൃക തന്നെയാണ്. എളിമയും മൃദുവുമായ പെരുമാറ്റം കൊണ്ട് ഇന്ത്യയുടെ കുതിച്ചുകാട്ടങ്ങൾക്ക് കാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ലോകം മുഴുവൻ സാമ്പത്തിക മന്ദത്തിൽപ്പെട്ടപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനാധിപത്യ ബോധത്തോടെ പുരോഗമന ആശയങ്ങൾ നടപ്പിലാക്കിയ നല്ലൊരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹം എന്നും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാനും എൻ്റെ പാർട്ടിയും ദുഃഖം രേഖപ്പെടുത്തുന്നു.